ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം കേരളത്തിൻ്റെ സ്ഥാനമാണ് മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ അക്ഷാംശ രേഖാംശങ്ങൾക്കിടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 12 ഡിഗ്രിക്ക് ഇടയിലും പൂർവ്വരേഖാംശം 74 ഡിഗ്രിക്കും 77 ഡിഗ്രിക്കും ഇടയിലാണ് കേരളത്തിൻ്റെ സ്ഥാനം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ പരിസ്ഥിതി വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഇത് 38,852 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ തെക്ക് വടക്കുള്ള നീളം 560 കിലോമീറ്റർ ആണ്. തെക്ക് നിന്ന് വടക്ക് വരെയുള്ള മൊത്തം നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. എന്നാൽ കേരള കടൽ തീരത്തിൻ്റെ നീളം അത് 580 കിലോമീറ്റർ ആണ്. പുതിയ അപ്ഡേഷൻ പ്രകാരം അത് 600 കിലോമീറ്റർ ആണ്. ഇടയ്ക്ക് ചില കാലയളവിൽ അത് 580, 590 മാറി. അപ്പോൾ കടൽ തീരത്തിന് വരുന്ന വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 600 PSCയുടെ ഉത്തരമായിട്ട് ചില പരീക്ഷകൾക്ക് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും തരുന്നത്. അപ്പോൾ അത് ഉത്തരമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ 1.18% മാത്രമാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഇപ്പോൾ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 21ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ജനസംഖ്യ അടിസ്ഥാനത്തിലാണെങ്കിൽ 13ാം സ്ഥാനവുമാണ്. ഇനി കേരളത്തിൻ്റെ അതിർത്തികൾ വടക്ക് ഭാഗത്ത് കർണാടക സംസ്ഥാനവും തെക്ക് ഭാഗത്ത് തമിഴ്നാടും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ട അല്ലെങ്കിൽ സഹ്യാദ്രിയുമാണ്. അപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. തമിഴ്നാടിനെയും കേരളത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മലനിരയാണ്. ഈ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക എന്നിവയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. ഇപ്പോൾ കേരളത്തിലെ 3 ജില്ലകൾ കർണാടകവുമായി ചേർന്ന് കിടക്കുന്നു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളാണ്. അതുപോലെ കർണാടകവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല മാത്രമേ ഉള്ളൂ. ഈ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല മാത്രമേ ഉള്ളൂ. അത് വയനാടാണ്. അതുപോലെ ഈ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരിയാണ്. പഞ്ചായത്ത് നൂൽപ്പുഴ പഞ്ചായത്താണ്. അതുപോലെ ഗ്രാമം മുത്തങ്ങ ഗ്രാമമാണ്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം മുത്തങ്ങ ഗ്രാമമാണ്. ഇനി ഒരു സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളുണ്ട് കേരളത്തിൽ. ഒരു സംസ്ഥാനവുമായിട്ടും അതിർത്തി പങ്കിടുന്നില്ല. അത് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നിവയാണ്. എന്നാൽ കരയാൽ മാത്രം ചുറ്റപ്പെട്ടിരിക്കുന്ന ജില്ലകളുണ്ട്. 5 ജില്ലകളുണ്ട്. കരഭാഗമേ ഉള്ളൂ. അതിന് ചുറ്റും കരഭാഗം മാത്രമേ വരത്തുള്ളൂ. അത് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട് എന്നിവയാണ്. പിന്നീട് ഇതിൽ പറയാനുള്ളത് കേരളത്തിൽ
2 ജില്ലകളാണ് മറ്റ് ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്നത്. തിരുവനന്തപുരം ജില്ലയും കാസർഗോഡ് ജില്ലയും. തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ലയുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്. അതുപോലെ കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളുടെ ആദ്യ ഭാഗം. കേരളത്തിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഇത് മാഹി എന്നാണ് അറിയപ്പെടുന്നത്. പുതുശ്ശേരിയുടെ ഭാഗമായിട്ട് അറിയപ്പെടുന്നതാണ്. ഈ മാഹിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന 2 ജില്ലകളാണ് ഉള്ളത്. കണ്ണൂരും കോഴിക്കോടുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.